റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചോറ്റാനിക്കരയിലെ 16-കാരിയുടെ ആത്മഹത്യ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് SIT രൂപീകരിച്ചത്. കൊറിയൻ സുഹൃത്ത് മരിച്ചതിലെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നായിരുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഈ കേസ് നമ്മുടെ ജിത്തു ജോസഫിന്റെ സിനിമ പോലെ കടന്ന് കുരുങ്ങുകയും കറങ്ങുകയും ചെയ്യുകയാണ്. ഒരു കൊറിയൻ സുഹൃത്ത് മരിച്ചു എന്നതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന പെൺകുട്ടിയുടെ കുറിപ്പ്. അങ്ങനെ ഒരു കൊറിയൻ സുഹൃത്തില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെ ഒരു കൊറിയൻ സുഹൃത്തില്ലെങ്കിൽ മറ്റാര്? കുടുംബത്തിനാണെങ്കിൽ ഈ അന്വേഷണത്തിലൊക്കെ സംശയമുണ്ട്. ഒരു ഡിറ്റക്റ്റീവിനെ നിയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചോ ശരൺ? അരുൺകുമാർ, അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ ഈ പെൺകുട്ടി ആത്മഹത്യ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നതാണ്. അതിലാണ് പെൺകുട്ടി പ്രധാനമായും എഴുതി വെച്ചിരുന്നത്. അതായത് തനിക്കൊരു കൊറിയൻ സുഹൃത്തുണ്ടായിരുന്നു. ആ കൊറിയൻ സുഹൃത്ത് മരിച്ചതിലെ മനോവിഷമത്തിലാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ളതാണ്. അങ്ങനെ അത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. അപ്പോൾ പോലീസിന് വന്നിരുന്ന സംശയം അത്തരത്തിലുള്ള ഒരു കൊറിയൻ സുഹൃത്ത് ഇല്ല, അത് വ്യാജമാണെന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തെങ്കിൽ അതിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യാൻ തുറന്ന് പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ തുറന്ന് പരിശോധിച്ചപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പ്രധാനമായും ഇൻസ്റ്റാഗ്രാമിലെയും വാട്സപ്പിലെയും ചാറ്റുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത നിലയിലാണുള്ളത്. ഇതിനിടയിലാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത്. ഈ ചോറ്റാനിക്കര പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കിയിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ ഈ കൊച്ചിയിലെ ലാബിൽ ഈ ഫോൺ പരിശോധിച്ചെങ്കിലും അതിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയും മൊബൈൽ ഫോൺ അയക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കൂടി, അതിന്റെ ഫലം കൂടി വന്ന ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ, അതായത് ഈ കൊറിയൻ സുഹൃത്ത് എന്നുള്ളത് വ്യാജമാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്ത് ഈ നാട്ടിലുള്ള ആരെങ്കിലുമാണോ ഇത്തരത്തിൽ കൊറിയൻ സുഹൃത്തായി പ്രവർത്തിച്ചത്, ആ നിലയിലാണോ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകാനും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു ശരൺ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സാമൂഹിക മാധ്യമത്തിലേക്ക് മനുഷ്യർ കുടുങ്ങുന്നതിൻ്റെ, പ്രത്യേകിച്ച് കുട്ടികൾ കുടുങ്ങുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ ചോറ്റാനിക്കരയിലെ കുട്ടിയുടെ ആത്മഹത്യ തന്നെ സാമൂഹിക മാധ്യമത്തിൽ കുടുങ്ങിയാണോ എന്നുള്ളൊരു സംശയം ഇപ്പോഴുണ്ട്. കുടുംബത്തിൻ്റെ പരാതി എന്തായാലും പോലീസ് വിശദമായി പരിശോധിക്കും. പ്രത്യേക അന്വേഷണ സംഘം വരുന്നു.